ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഒട്ടുമിക്ക പേരും വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് കംപ്ലീറ്റ്ലി ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കുറച്ച് നാൾ മുമ്പ് എന്റെ സ്കിൻ ഇങ്ങനെയാണ് ഉണ്ടായത്. ആൻഡ് ദിസ് ഇസ് മൈ ഫേസ് നൗ. സോ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്ന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കി ക്ലീൻ ലുക്ക് അച്ചീവ് ചെയ്യണതിനാണ് ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്. അതായത് ഫേസിൽ പോഴ്സ് ഇല്ല, ഡാർക്ക് സ്പോട്ട്സ് ഇല്ല, വ്രിങ്കിൾസ് ഇല്ല, ആക്നി ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട് ഫേസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കി സ്കിൻ ടൈപ്പ് ബ്ലാക്ക് ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ, ബ്രൗൺ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇതൊക്കെ പോസിബിൾ. ഞാൻ ഈ പറയുന്ന 5 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ഫുൾ ആയിട്ട് കാണാം. സോ ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറയുന്ന 3 മിസ്റ്റേക്കുകൾ നിങ്ങൾ എന്തായാലും ഒഴിവാക്കിയിരിക്കണം. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 4 എഫക്റ്റീവ് സ്റ്റെപ്സ് നിങ്ങൾ ഫേസിൽ വർക്ക്ഔട്ട് ആവും. ഫസ്റ്റ് മിസ്റ്റേക്ക്, സ്കിന്നിൽ നമ്മൾ ഒരിക്കലും കൈവച്ച് ടച്ച് ചെയ്യും. കാരണം നമ്മൾ കൈവച്ച് പല സ്ഥലത്തും നമ്മൾ ടച്ച് ചെയ്യാനാണ്. അപ്പൊ ആ കൈവച്ച് തന്നെ ഫേസിൽ ടച്ച് ചെയ്താൽ സ്കിൻ അലർജി വന്ന് പിമ്പിൾസ് വന്ന് സ്കിൻ ഡൾ ആവാനായിട്ടുള്ള, അതുകൊണ്ട് ഒരിക്കലും കൈ ക്ലീൻ ആക്കാണ്ട് ഫേസിൽ ടച്ച് ചെയ്യാൻ നിൽക്കരുത്. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് പില്ലോ കവർ ആഴ്ചയിൽ 2 ടൈംസ് എങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇങ്ങനെ വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. തേർഡ് മിസ്റ്റേക്ക്, ഡോണ്ട് യൂസ് റോങ് പ്രൊഡക്റ്റ്. പലരും ഇപ്പോഴും നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും സ്കിൻ ഇഷ്യൂസ് ഉള്ളത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ച് അതിന് മാച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാം. ഇത്രയും മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ഒഴിവാക്കുക. എന്നാലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ് ആണ് യൂസ് എ റൈസ് വാട്ടർ ഇൻ എവറി സിംഗിൾ ഡേ. കൊറിയക്കാരൊക്കെ അവരുടെ സ്കിൻ ഗ്ലാസ് ടൈപ്പ് ആവാനായിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യണ ഒന്നാണ് റൈസ് വാട്ടർ. വളരെയധികം ബെനിഫിറ്റ്സ് ആണ് ഇത് യൂസ് ചെയ്യാനുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. റൈസ് വാട്ടർ അല്ലാണ്ട് റൈസ് മാസ്കുകളും ഒക്കെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും നല്ല റിസൾട്ട് തന്നെ ഒന്നാണ് റൈസ് വാട്ടർ. സോ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പണികളൊന്നും ഇല്ല, എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. കുറച്ച് നല്ല അരി എടുക്കുക, അത് 3 പ്രാവശ്യമെങ്കിലും കഴുകി അതിന്റെ വെള്ളം നന്നായിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർക്കാനായിട്ട് മൂടി വെക്കുക. അതായത് രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം ആ വെള്ളം അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ റൈസ് വാട്ടർ. ഒരു ബോട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുതരാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫേസിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ ഇതിന്റെ യൂസിങ്. ഇത് വാട്ടർ ബേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആയി തന്നെ പോയി. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന പോഴ്സ് ഒക്കെ നന്നായിട്ട് കുറച്ച് സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ഇലാസ്റ്റിക് ആവാനായിട്ട് ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും. സോ സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഗ്ലാസ് സ്കിൻ ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു റൈസ് വാട്ടർ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് റിസൾട്ടിനായി ഡെയിലി 2 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്തതായി ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടി പീലിംഗ് മാസ്ക് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് എവരി യൂത്തിന്റെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ്. 15 രൂപയുള്ള ഇതിന്റെ വില. സോ നിങ്ങൾക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പീൽ ഓഫ് മാസ്ക്. സോ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സ്കിന്ന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി ഡെഡ് സ്കിൻ ഒക്കെ പോയി സ്കിന്ന് നല്ല ഗ്ലാസ് സ്കിൻ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ യൂസിങ് ഞാൻ പറഞ്ഞുതരാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല രീതിക്ക് പീൽ ചെയ്ത് നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും. പീലിംഗ് മാസ്ക് ഒക്കെ ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഗോൾഡൻ പീലിംഗ് മാസ്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ കുളിച്ചതിന് ശേഷം യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഒരു 20 മിനിറ്റ്സ് വരെ നമുക്ക് ഇത് വെക്കാം. ഓൺലൈനായിട്ടും അല്ലാണ്ടും മാർക്കറ്റിലും ഇപ്പോൾ പീലിംഗ് മാസ്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. കൈവച്ച് ജസ്റ്റ് മാസ്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. അങ്ങനത്തെ ഒരു പരിവുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ഇത് പീൽ ചെയ്ത് വലിച്ചെടുക്കാവുന്നതാണ്. പീലിംഗ് മാസ്കിന് അത്യാവശ്യം റേറ്റും കുറവാണ്. യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് പീലിംഗ് മാസ്ക്. സ്കിന്നൊന്ന് ക്ലിയർ ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ ഈ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട 4th സ്റ്റെപ്പാണ് ഡയറ്റ്. സോ ഗൈസ് ഇപ്പൊ പറഞ്ഞ റൈസ് വാട്ടറും പീൽ ഓഫ് മാസ്ക് ഒക്കെ നല്ല വർക്കിംഗ് ആണ്. ബോഡിയിൽ എന്തെങ്കിലും വർക്ക് ആവണം. അതായത് നമ്മുടെ ഡയറ്റിൽ ഇമ്പോർട്ടന്റ് കൊടുക്കും. പല ആൾക്കാരുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഗ്ലോയിങ്ങിനും കാരണം അവരുടെ ഡയറ്റ്. അതായത് നിങ്ങളോട് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കാനല്ല ഞാൻ പറയണത്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഫുഡ്സ് നിങ്ങൾ തന്നെ ഓറഞ്ച് ആണ്. റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സ്കിന്നിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഫുഡും കൂടിയാണ്. അതുപോലെ തന്നെ പപ്പായ, കുക്കുംബർ, പോമഗ്രാനറ്റ്, എഗ്, വാൾനട്ട് ഇതിലെല്ലാം വിറ്റാമിൻ സിയും ഈ ഒരുപാട് ഹെൽത്തി ഹാബിറ്റ്സ് സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളാണ്. സോ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്കിന്നിന് വളരെയധികം ബെനിഫിറ്റ് തന്നെയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിലും കൂടി ആഡ് ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡയറ്റിലും കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഫൈനലി ഗ്ലാസ് സ്കിന് കിട്ടാനായിട്ട് വേറെ ഒന്നല്ല ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ 4 സ്റ്റെപ്സ് കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അവോയ്ഡ് സ്കിൻ കെയർ മിസ്റ്റേക്ക്, റൈസ് വാട്ടർ, പീൽ ഓഫ് മാസ്ക്, ഡയറ്റ് എന്നിവയൊക്കെയാണ് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യം. ഒരിക്കലും ഒരുപാട് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്തായാലും ഇത് ചെയ്ത്
ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഈ ടിപ്സ് നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. എന്ന് പറയുന്നത് നമ്മളെ സ്കിന്ന് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നതിലല്ല, നമ്മളെ സ്കിൻ എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കണം എന്നുള്ളതിലാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ഓർക്കാൻ മറക്കരുത്. അപ്പോൾ